ജസ്റ്റിൻ ട്രൂഡോയുടെ പടിയിറക്കത്തിൽ ഇന്ത്യ ചിരിക്കുകയാണോ? വർഷങ്ങളായി ഉലച്ചിൽ തട്ടിയ ഇന്ത്യ കാനഡ ബന്ധത്തെ പുതിയ നേതാവിന് സ്ഥിരപ്പെടുത്താനാകുമോ? ട്രൂഡോയുടെ രാജിയിൽ ശരിക്കും ഇന്ത്യക്ക് സന്തോഷിക്കാൻ എന്താണ് വക? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുമായി നിലനിൽക്കുന്ന ചില പടലപ്പിണക്കങ്ങൾക്കിടയിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചത്. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം രാജിവെക്കുന്നതായും ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലേക്ക് കാനഡ എത്തിപ്പെടുകയാണ്. കഴിഞ്ഞ 9 വർഷമായി കാനഡയുടെ നാഥനായ ട്രൂഡോയുടെ രാജി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. 2015 മുതൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ട്രൂഡോ സ്വന്തം പാർട്ടിയിലെ വിമത നീക്കത്തെ തുടർന്നാണ് സ്ഥാനം രാജിവെക്കുന്നത്. ലിബറൽ പാർട്ടിയുടെ 151 എംപിമാരിൽ 131 പേർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു. പുതിയ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രൂഡോയ്ക്ക് പകരം ആരായിരിക്കുമെന്ന ചോദ്യം കാനഡയിൽ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരമെത്തുന്നത് പിയറെ പൊലിവറയിലേക്കാണ്. കാനഡയിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവാണ് 45-കാരനായ പിയറെ പൊലിവറെ. വലതുപക്ഷ പാർട്ടി കാനഡയുടെ അമരത്തേക്ക് എത്തുകയും ലിബറൽ പാർട്ടി പിൻവലിയുകയും ചെയ്യുന്ന കാനഡയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും? ട്രൂഡോയുടെ പടിയിറക്കം ഇന്ത്യക്ക് സന്തോഷകരമായ വാർത്തയാണോ? നമുക്ക് നോക്കാം. ആദ്യം ട്രൂഡോയുടെ ഗവൺമെന്റിന് ഇന്ത്യയുമായുള്ള ദീർഘകാല പിണക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. 2018 ട്രൂഡോയുടെ ഇന്ത്യൻ സന്ദർശനത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് ഇന്ത്യ നൽകിയതെങ്കിലും പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതും ഈ സന്ദർശനത്തിലാണ്. കനേഡിയൻ ഹൈക്കമ്മീഷണർ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഔപചാരിക പരിപാടിയിലേക്ക് സിഖ് വിഘടനവാദ ഗ്രൂപ്പിലെ കുറ്റവാളിയായിരുന്ന മുൻ അംഗത്തെ ക്ഷണിച്ചുവെന്ന കഥ തുടക്കം മുതൽ തന്നെ ഈ സന്ദർശനത്തിന്റെ മാറ്റു കുറയ്ക്കുകയായിരുന്നു. CBC ന്യൂസ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ക്ഷണം പിൻവലിക്കുന്നത് പോലും. ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രം ധരിച്ചെത്തിയ ട്രൂഡോയ്ക്കും കുടുംബത്തിനും വലിയ വിമർശനങ്ങളും അന്ന് നേരിടേണ്ടതായി വന്നു. ട്രൂഡോ ഇന്ത്യൻ സംസ്കാരത്തെ കളിയാക്കുകയാണെന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ 2022 ഇന്ത്യയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച കർഷക സമരത്തിലെ ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട് ഇന്ത്യ കാനഡ ബന്ധത്തെ വീണ്ടും വഷളാക്കി മാറ്റി. ഗുരുനാനാക്ക് ദേവിന്റെ 551-ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന ഓൺലൈൻ പരിപാടിക്കിടെയാണ് ട്രൂഡോ ഇക്കാര്യം പറഞ്ഞത്. കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ച് ഇന്ത്യയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ തള്ളിക്കളയാനാകില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സാഹചര്യം ആശങ്കാജനകമാണ്. ഞങ്ങൾ എല്ലാവരും കുടുംബത്തെയും സുഹൃത്തുക്കളെയും കുറിച്ച് വളരെയധികം ആശങ്കാകുലരാണ്. നിങ്ങളിൽ പലർക്കും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. ട്രൂഡോ തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം സംരക്ഷിക്കാൻ കാനഡ എപ്പോഴും ഉണ്ടാകും. സംഭാഷണത്തിന്റെ പ്രാധാന്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആശങ്കകൾ ഉയർത്തിക്കാട്ടാൻ ഞങ്ങൾ പല മാർഗങ്ങളിലൂടെ ഇന്ത്യൻ അധികാരികളെ സമീപിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് വലിയ സംഭവം ഉണ്ടാകുന്നത് 2023-ലാണ്. 2023 ജൂൺ മാസം ഇന്ത്യൻ സർക്കാർ തീവ്രവാദിയായി പ്രഖ്യാപിച്ച കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജ്ജാർ വാൻകൂവറിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്ത് വെടിയേറ്റ് മരിക്കുന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നിർത്തിവെക്കുകയും കനേഡിയൻ പാർലമെന്റിൽ ജസ്റ്റിൻ ട്രൂഡോ ഈ കൊലപാതകത്തിലെ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. എന്നാൽ പിന്മാറാൻ ട്രൂഡോ തയ്യാറായില്ല. അടുത്ത ദിവസവും അദ്ദേഹം ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവ ശരിയാണെങ്കിൽ അവയ്ക്ക് അന്താരാഷ്ട്ര നിയമത്തിലും മറ്റും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയ്ക്ക് നിജ്ജാർ വധവുമായി ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണം വരെ കാനഡ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിറകെ ജസ്റ്റിൻ ട്രൂഡോയെ നേരിട്ട് കടന്നാക്രമിക്കുന്ന പ്രസ്താവനയുമായി ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തു. സങ്കുചിതമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ട്രൂഡോ സർക്കാർ കളിക്കുന്നത്. അബദ്ധജടിലമായ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-ന് ട്രൂഡോ ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും പലതവണ അപേക്ഷിച്ചിട്ടും അതിനെ സാധൂകരിക്കുന്ന തെളിവിന്റെ ഒരംശം പോലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളും വിഘടനവാദികളുമായവർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയുടെ രത്ന ചുരുക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന് പിറകെ ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയും തിരിച്ചു വിളിച്ചും ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ അടയാളങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഉപരോധത്തിലേക്ക് കാനഡ നീങ്ങുന്നുവെന്ന വാർത്തകൾ വരെ അന്ന് വന്നു. നിജ്ജാർ ആരോപണങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ഒരു ഘടകം മാത്രമാണ്. ഖലിസ്ഥാൻ തീവ്രവാദത്തോട് കാനഡ പുലർത്തുന്ന സമീപനമാണ് അടിസ്ഥാന പ്രശ്നം തന്നെ. ഈ വിഷയത്തെ ചൊല്ലി ഒരു ദശകമായി ഇരു രാജ്യങ്ങളും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. 2015 മുതൽ പ്രധാനമന്ത്രി കസേരയിൽ തുടരുന്ന ഒരു ഊഴം കൂടി ഭരണത്തിൽ തുടരാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ട്രൂഡോ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. 8 ലക്ഷം വരുന്ന സിഖ് ജനത കാനഡയിലെ പ്രബല ന്യൂനപക്ഷമാണ്. ട്രൂഡോയുടെ പ്രധാന വോട്ട് ബാങ്കാണ് അവർ.
1985-ൽ 300-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കനിഷ്ക വിമാന അട്ടിമറിയിൽ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പങ്ക് തെളിഞ്ഞിട്ടും ഈ ആശയം പേറുന്ന ഗ്രൂപ്പുകളുമായി ബന്ധം ഉപേക്ഷിക്കാൻ കാനഡയിലെ ലിബറൽ പാർട്ടി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്തായി ആ ബന്ധത്തിലും വിള്ളലേറ്റു. ഖലിസ്ഥാനോട് അനുഭാവമുള്ള ജഗ്മീത് സിംഗ് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ ട്രൂഡോയ്ക്ക് നഷ്ടമാവുന്നത് ഈ ഘട്ടത്തിലാണ്. പാർട്ടി പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല, ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ രൂപമെടുത്തു. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയപരമായി അംഗീകരിക്കപ്പെടുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ആക്രമണങ്ങളും കണക്കിലെടുത്ത് അവിടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2016-ൽ നിജ്ജാറിനെ കനേഡിയൻ പോലീസ് ചോദ്യം ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിമാനയാത്രയ്ക്ക് അനുമതിയില്ലാത്തവരുടെ ലിസ്റ്റിൽ നിജ്ജാറിനെ കാനഡ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിജ്ജാറിന്റെ 1-ാം ചരമവാർഷികത്തിൽ കനേഡിയൻ പാർലമെന്റ് 1 മിനിറ്റ് മൗനം ആചരിച്ച് ഉപചാരം ഏർപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ഇത്രമാത്രം മതിയല്ലോ അല്ലേ? 2024 ഏപ്രിലിൽ കാനഡയുടെ തിരഞ്ഞെടുപ്പിലും ഇന്ത്യ ഇടപെടുന്നു എന്ന ആരോപണവുമായി അവർ രംഗത്തെത്തി. എന്നാൽ കാനഡയുടെ ഇത്തരം ആരോപണങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും പ്രതിസ്ഥാനത്ത് നിർത്തി കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. ഒടുവിൽ ട്രൂഡോ നേരിട്ടെത്തി ആ വിഷയത്തിൽ മാപ്പ് പറയുകയായിരുന്നു. ഇനി ട്രൂഡോയ്ക്ക് പകരക്കാരനാകുന്ന വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രൂഡോയുടെ പടിയിറക്കത്തോടെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും അവസാനിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതിയ നേതാവിന്റെ വരവ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ താപനില എന്തായാലും കുറയ്ക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരനായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് പിയറെ പൊലിവറയാണെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാനഡയിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവാണ് 45-കാരനായ പിയറെ പൊലിവറെ. കാൽഗറിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം കാൽഗറി സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. 2004-ൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പറിന്റെ കീഴിൽ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിയായ പിയറെ പൊലിവറെ മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രീയ ഉപദേഷ്ടാവായ ഭാര്യ അനൈഡയ്ക്കും മക്കളായ വാലന്റീറയ്ക്കും ക്രൂസിനുമൊപ്പം ഗ്രീലിയയിലെ ഈസ്റ്റേൺ ഓൻഡോറോയോയിലാണ് താമസം. അതേസമയം പ്രവചന പ്ലാറ്റ്ഫോമായ പോളി മാർക്കറ്റ് സർവേ പ്രകാരം പൊലിവറയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 ഒക്ടോബറിൽ പാർലമെന്റ് ഹില്ലിൽ നീണ്ട ദീപാവലി ആഘോഷം റദ്ദാക്കിയതിന് പിന്നാലെ പിയറെ പൊലിവറെ തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്നു. ഓവർസീസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാനഡ സംഘടിപ്പിക്കുന്ന ഈ ഇവന്റ് 23 വർഷമായി വർഷം തോറും നടത്തിവരുന്ന ഒന്നാണ്. ഒരു വിശദീകരണവുമില്ലാതെ ദീപാവലി ആഘോഷം പെട്ടെന്ന് റദ്ദാക്കിയത് ഇന്തോ കനേഡിയൻ സമൂഹത്തിലെ പലരെയും നിരാശരാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാണോ എന്ന് നോക്കാം. കുടിയേറ്റ നിയന്ത്രണം അടക്കം ജസ്റ്റിൻ ട്രൂഡോ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയ ആശങ്കയായിരുന്നു സൃഷ്ടിച്ചത്. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് PR അടക്കമുള്ള സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരവും ഏൽപ്പിച്ചു. ഇമിഗ്രേഷൻ ബോർഡർ കൺട്രോൾ നയത്തിൽ കാര്യമായ മാറ്റവും കാനഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കനേഡിയൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ അതിർത്തികളിൽ ഫ്ലാഗ് പോളിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതും വിദേശ വിദ്യാർത്ഥികളുടെ വർക്ക് പെർമിറ്റ് എന്ന സ്വപ്നത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റുകൾ, വിസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ കാനഡ നിർദ്ദേശവും നൽകിയിരുന്നു. ഇതും വിദ്യാർത്ഥികൾക്കിടയിൽ തലവേദന സൃഷ്ടിച്ചു. ട്രൂഡോയുടെ രാജിയോടെ ഈ നിബന്ധനകൾക്കൊക്കെ തന്നെ താൽക്കാലിക ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ട്രൂഡോയുടെ പടിയിറക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും ഇത് ഇന്ത്യക്ക് നേട്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.